നമ്മുടെ ഇന്നത്തെ പരിപാടി 2020 നിങ്ങളുടെ സീനിയേഴ്സിനെയൊക്കെ കുഴപ്പിച്ചിട്ടുള്ള A+ നഷ്ടമാവാൻ കാരണമാക്കിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയ കൊലകൊമ്പൻ ചോദ്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഇവരെ നമ്മൾ ക്ലിൻസൺ ആയി തന്നെ പഠിച്ചെടുക്കാൻ പോവാണ്. ചോദ്യം ഒറ്റ നോട്ടത്തിൽ നിങ്ങളുടെ മനസ്സിൽ വരാൻ പോകുന്നതായിരിക്കും. സാറേ, ട്രാൻസ്ഫോമർ മുഴുവൻ ഞങ്ങൾ പഠിച്ചതല്ലേ സാറേ, ഇതിൽ ഞങ്ങൾ പഠിച്ചതിനപ്പുറം എന്ത് ചോദിക്കാനാ സാറേ? മക്കളെ, ഒന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ അത് തന്നെയാണ് തോന്നുക. പക്ഷെ അതിന്റെ സി പാർട്ടിലോട്ടൊക്കെ കടക്കുമ്പോൾ എന്റെ അമ്മോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചു പോകും. പക്ഷെ നമ്മളെല്ലാം വൃത്തിയായി തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പോവാണ്. ചോദ്യം വൃത്തിയായി അനലൈസ് ചെയ്യണം. ഇനിയിപ്പോൾ ഏത് വർഷത്തെ ചോദ്യ പേപ്പർ ആണെങ്കിലും വായിക്കുമ്പോൾ 2 തവണ വൃത്തിയായി വായിക്കണം. നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യ പേപ്പർ 2 അല്ല 3 തവണ കുത്തിയിരുന്ന് വായിച്ചിട്ട് ഉത്തരം എഴുതിയാൽ മതി. ഒരു ധൃതിയില്ല. അപ്പൊ റൈറ്റ്. സോ നമുക്ക് കടക്കാം. മലയാളം ഇപ്പുറത്തുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. മലയാളം ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഞാൻ ആദ്യം ഇംഗ്ലീഷ് വായിച്ച് അർത്ഥം പറഞ്ഞുതരാം. അതല്ല ഏറ്റവും കൺവീനിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. അന്തസ്സായി അവർ പറയുന്നുണ്ട് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണുള്ളത്. അതിന്റെ വർക്കിംഗ് വോൾട്ടേജ് എത്രയാണ്? 240 വോൾട്ടേജ്. വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് എന്ത് വോൾട്ടേജ് ആണ്? ഇൻപുട്ട് വോൾട്ടേജ് ആണ്, തർക്കമില്ല. അത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 5 വോൾട്ട് ആണ് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിന്റെ പവർ എത്രയാണ്? 10 വാട്ടാണ് അതിന്റെ പവർ. അത് പവർ എന്ന് പറഞ്ഞാൽ അത് ഔട്ട്പുട്ട് പവർ തന്നെയാണ്, തർക്കമില്ല. അതിന്റെ ഔട്ട്പുട്ട് പവർ എത്രയാണ്? 10 വാട്ടാണ്. ചോദ്യം ഇതാണ്, ഇതിൽ ഏത് കോയിലിലാണ് തിക്ക് വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ ട്രാൻസ്ഫോമറിന്റെ ഏത് കോയിലിലായിരിക്കും നമ്മൾ തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്. ഏത് കോയിലിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുന്നത്. മലയാളം മീഡിയം കുട്ടികളും കാണുന്നുണ്ടല്ലോടാ. യെസ്. സോ ഏത് കോയിലാണ് യൂസ് ചെയ്യുക? ഇതൊരു സ്റ്റെപ്പ് ഡൗൺ അല്ലേ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ ഏത് കോയിലാണ്? തർക്കം വേണ്ട, സംശയം വേണ്ട. അത് സെക്കൻഡറി കോയിലാണ്. ഇതാണ് സെക്കൻഡറി കോയിലാണ് തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുന്നത്. മറക്കരുത്. 1 മാർക്ക് കിട്ടി. ഇനി മറന്നാലും കുഴപ്പമില്ല, 1 മാർക്ക് കിട്ടിയിരിക്കുന്നു. ഇനി മറക്കരുത് നിങ്ങൾ. 1 മാർക്ക് നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കി അടുത്ത 1 മാർക്കിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം. ഇഫ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി 4800 ആണ്, അങ്ങനെയാണെങ്കിൽ സെക്കൻഡറിയിൽ എത്ര ടേൺസ് ഉണ്ട്? നിസ്സാരം. അത് നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പരിപാടിയിൽ അതങ്ങ് കാച്ചിയാൽ മാത്രം മതി. നോക്കാം മക്കളെ, വേണം. സോ എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റാസ്? ആദ്യം വർക്കിംഗ് വോൾട്ടേജ് അഥവാ ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് എപ്പോഴും എവിടെയാ കൊടുക്കുക? പ്രൈമറിയിലല്ലേ കൊടുക്കാറ്. സോ എന്ത് എഴുതാം മക്കളെ? വി പി ഈക്വൽ ടു എത്രയാണ്? വി പി ഈക്വൽ ടു 240. വി പി ഈക്വൽ ടു 240 വോൾട്ട്. അടുത്ത വി എസ് സെക്കൻഡറി അഥവാ ഔട്ട്പുട്ട് എത്രയാണ് മക്കളെ? 5 വോൾട്ട് ആണ്. 5 വോൾട്ട്. അടുത്ത നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി എൻ പി എത്രയാണ് മക്കളെ? 4800. കണ്ടുപിടിക്കേണ്ടത് എന്താണ് മക്കളെ? NS ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ കോമൺ ഇക്വേഷൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് VS by VP ഈക്വൽ ടു NS divided by NP ആണ്. Therefore NS equal to VS divided by VP into എന്ത് കൊടുക്കാം? NP എന്ന് കൊടുക്കാം. വാടാ മക്കളെ. സോ NS equal to VS എത്ര? VS എന്ന് പറഞ്ഞാൽ 5 ആണ്. VP എത്ര? 240 into 4800. വെട്ടി അങ്ങ് കൊല്ലുക. അങ്ങ് കൊല്ലുക മക്കളെ. 0 വെട്ടി 24 48 വെട്ടി 2. സോ 20 into 5 എത്രയാണ്? 100. 1 തരം, 2 തരം, 3 തരം. സോ 100 കിട്ടി. ഇതുവരെ സാറേ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുവരെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല സാറേ എന്നായിരിക്കും നിങ്ങളിൽ പലരും പറയുക. എന്നാൽ അതിന്റെ സി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ചെറിയൊരു പണി പാളൽ നിങ്ങൾക്ക് ഫീൽ ആവും. എന്നാൽ നമ്മളത് പണി പാളാതെ പറഞ്ഞു തരാം. ശ്രദ്ധിക്കണം. ഇഫ് ദർ ഈസ് നോ പവർ ലോസ്, പവർ നഷ്ടമില്ല, പവർ ലോസ് ഇല്ല എങ്കിൽ ബാക്കിയുള്ള കാര്യം നോക്കണം. ഇൻ ദ ട്രാൻസ്ഫോമർ കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ദ പ്രൈമറി when the output is connected with the instrument of 10 watt and 5 volt. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഔട്ട്പുട്ട് പവർ എത്രയാണ്? 10 വാട്ട് ആണ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 5 വോൾട്ടേജ് ആണെന്ന് അവർ ഓൾറെഡി പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ കണ്ടുപിടിക്കുന്നത് പ്രൈമറി കറണ്ട് ആണ്. ഇവിടെ കമോൺ, നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് പ്രൈമറി കറണ്ട് IP ആണ് കണ്ടുപിടിക്കേണ്ടത്. പൊതുവേ നമുക്കറിയാവുന്ന ഇക്വേഷൻസ് എല്ലാം VS by VP കൂടെ നോക്കണം. VS by VP ഈക്വൽ ടു NS divided by NP ഈക്വൽ ടു IP divided by IS. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അതായത് IP കണ്ടുപിടിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കയ്യിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ ഈ IS വേണം. IS ഉണ്ടെങ്കിലേ നമുക്ക് ആ പരിപാടി നടക്കത്തുള്ളൂ. പക്ഷെ ഈ ചോദ്യത്തിനകത്ത് എന്ത് തന്നിട്ടില്ല? IS തന്നിട്ടില്ല. IS ഇല്ലാതെ എപ്പിടാ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? IS ഇല്ലാതെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കോടാ? അവിടെയാണ് കളി മാറാൻ പോകും. നോക്കടാ,
വാട്ട് അല്ലടാ ഔട്ട്പുട്ട് പവർ പറയുന്നത്. ഔട്ട്പുട്ട് പവർ എത്രയാണ്? 10 വാട്ട് അല്ലടാ പറയുന്നത്. അത് മതി, ഇത് പോരളിയ, ഇത് മതി. ഇവിടെ നോക്കടാ. അതായത് പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോമർ ആണ്. പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എന്ന് പറയാൻ പറ്റും. പറയാലോടാ, ഇൻപുട്ട് പവർ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എന്ന് പറയാൻ പറ്റില്ലേ? ഇൻപുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട്. സെറ്റ് അല്ലേ മക്കളെ? പവറിന്റെ ഇക്വേഷൻ എന്താണ്? പവർ P ഈക്വൽ ടു വി ഐ അല്ലേ? P ഈക്വൽ ടു വി ഐ ആണ്. ഇൻപുട്ട് കൊടുക്കുന്നത് എവിടെയാണ്? നമ്മൾ എപ്പോഴും ഇൻപുട്ട് കൊടുക്കുക പ്രൈമറിയിലല്ലേ. സോ നമുക്ക് പറയാൻ പറ്റും എന്ത് വരും? VP/IP. ഇൻപുട്ട് പവർ ഈക്വൽ ടു എന്ത് കൊടുക്കാം? VP/IP എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? സംശയമില്ലാലോടാ. ഔട്ട്പുട്ട് പവർ അപ്പ് എന്തായിരിക്കും? യെസ്, VS/IS. കാരണം ഔട്ട്പുട്ട് കിട്ടുന്നത് എവിടെയാണ്? സെക്കൻഡറിയിലാണ്. നമുക്ക് ചോദ്യത്തിൽ എന്ത് തന്നിട്ടുണ്ട് മക്കളെ? ഔട്ട്പുട്ട് പവർ തന്നിട്ടില്ലേ? സംശയമില്ലാലോ. ഔട്ട്പുട്ട് പവർ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? സോ VP/IP ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എത്രയാണ്? 10 വാട്ട് തന്നിട്ടുണ്ട്. ഈക്വൽ ടു 10. സോ IP ഈക്വൽ ടു എന്ത് പറയാം? 10/VP എന്ന് കൊടുക്കാം. 10/VP എത്രയാണ്? പ്രൈമറി എത്രയാണ്? 240. 10/240 വെട്ട് അറഞ്ചം പുറഞ്ഞം വെട്ടിക്കൊല്ലുക. സോ 1/24 എന്ന് വരും. എന്താണ് 1/24? എത്രയാണ് മക്കളെ 1/24 എന്ന് പറഞ്ഞാൽ? 0.041 ആണ്. സോ ഒരു ആംപിയർ കൂടി ഇട്ട് കൊടുക്കുക. കറണ്ട് അല്ലടാ, ഒരു ആംപിയർ കൂടി ഇട്ട് കൊടുത്ത് ഒരു മഞ്ഞ പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് പെയിന്റ് അടിക്കാൻ പറ്റൂല. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പവർ ലോസ് ഇല്ലാത്ത ട്രാൻസ്ഫോമർ ആണ്. അവിടെയാണ് കുഴപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ പവർ ലോസ് ഇല്ലാത്ത ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ VP/IP ഈക്വൽ ടു VS/IS ആയിരിക്കും. ഔട്ട്പുട്ട് പവർ തന്നിട്ടുണ്ട്. സോ ക്ലിഞ്ചർ ആയി പടയ്ക്കുക. ഈ ചോദ്യം എന്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മുഴുവനും എനിക്ക് ക്ലിഞ്ചൻ മെസ്സേജ് വിത്ത് ഒരു ഹേർട്ട് ഇമോജി എനിക്ക് തരണം. നിങ്ങൾ എല്ലാവരും എനിക്ക് തരണം ക്ലിഞ്ചൻ മെസ്സേജ് വിത്ത് ഒരു ഹേർട്ട് ഇമോജി. കാരണം ഇതുപോലുള്ള അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരണമെങ്കിൽ എനിക്കതാണ് മോട്ടിവേഷൻ. മക്കളെ, നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇൻട്രസ്റ്റിംഗ് ആയ എന്റർടൈനിങ് ആയ കുറെ കാര്യങ്ങളുമായി ഫിസിക്സുമായി ഞാൻ വരുന്നുണ്ട് മക്കളെ. ഡെയിലി ലൈഫിലുള്ള ഫിസിക്സുമായി ഞാൻ വീണ്ടും വരുന്നുണ്ട്. കുറെ കാര്യങ്ങൾ, കുറെ സർപ്രൈസുകൾ നിങ്ങൾ കാത്തിരിക്കുക. എല്ലാം നമുക്ക് അടിപൊളിയാക്കാം. സോ ഈ വീഡിയോന്റെ താഴെ ക്ലിഞ്ചൻ പ്ലസ് ഹേർട്ട് ഇമോജി കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.